മുതൽ തിരിമറി കേസ് വിചാരണയിലേക്ക് കടക്കുകയാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസിലെ രണ്ടാം പ്രതിയായ മുൻ മന്ത്രി ആന്റണി രാജു ഇന്ന് വിചാരണ കോടതിയിൽ ഹാജരാകണം. കേസിന്റെ വിചാരണ തീയതി ഇന്ന് തീരുമാനിച്ചേക്കും. നെടുമങ്ങാട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നടപടികൾ നടക്കുക. വിനോദ്, ഈ കേസിൽ ആന്റണി രാജു ഇന്ന് ഹാജരാകണം എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തൊക്കെ നടപടിക്രമങ്ങളാകും കോടതിയിൽ നടക്കുക? ഇന്ന് വിചാരണ കോടതിയിൽ ആന്റണി രാജു ഹാജരാകണമെന്നാണ് നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഈ കേസിലെ ഒന്നാം പ്രതിയുണ്ട്. ഒന്നാം പ്രതി ഈ കേസിൽ കോടതി ക്ലർക്കായ ജോസാണ്. ജോസും ആന്റണി രാജുവുമാണ് കോടതിയിൽ ഹാജരാകേണ്ടത്. ഹാജരായാൽ വിചാരണ തീയതിയാകും ആദ്യം തീരുമാനിക്കുക. നേരത്തെ സുപ്രീം കോടതി ഈ കേസിൽ വിചാരണ നേരിടണം എന്ന ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. 34 വർഷം പഴക്കമുള്ള കേസാണ്. 1990-ലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വിദേശ പൗരൻ ലഹരി മരുന്നുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലായിരുന്നു. ഈ വിദേശ പൗരനെ രക്ഷിക്കുന്നതിന് വേണ്ടി ആന്റണി രാജു, അദ്ദേഹം അന്ന് അഭിഭാഷകനായിരുന്നു, അദ്ദേഹത്തിന്റെ കക്ഷിയായ വിദേശ പൗരനെ രക്ഷിക്കുന്നതിന് വേണ്ടി അടിവസ്ത്രത്തിൽ കൃത്രിമം നടത്തിയെന്നാണ്. തൊണ്ടി മുതലായ അടിവസ്ത്രം കോടതിയിൽ നിന്ന് വാങ്ങുകയും പിന്നീട് അത് വെട്ടി തച്ച് ചെറുതാക്കി തിരികെ നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വിദേശ പൗരൻ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. പിന്നീട് സഹതടവുകാരൻ, മറ്റൊരു കേസിൽ ഇതേ വിദേശ പൗരൻ ജയിലിലാവുകയും സഹതടവുകാരൻ ഈ കാര്യം അറിയുകയും പിന്നീട് അതൊരു വെളിപ്പെടുത്തലായി വരികയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 94-ൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതുമുതൽ നടക്കുന്ന വിചാരണയാണ്. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തന്നെ ഏതാണ്ട് 13 വർഷം വേണ്ടി വന്നു. അതിനുശേഷം നടന്ന നടപടികളാണ്. 30-ലധികം തവണ ഈ കേസ് മാറ്റിവെക്കുന്ന നിലയുണ്ടായി. നെടുമങ്ങാട് കോടതിയിലാണ് നേരത്തെ തന്നെ കേസ് നടന്നിരുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നത് 1 വർഷത്തിനകം ഇതിന്റെ വിചാരണ പൂർത്തിയാക്കണം, ആന്റണി രാജു വിചാരണ നേരിടണം എന്ന കാര്യമായിരുന്നു. താൻ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ആന്റണി രാജു പറഞ്ഞിരുന്നതാണ്. സുപ്രീം കോടതി വിധിക്കെതിരെ ഒരുപക്ഷെ അദ്ദേഹം നിയമ പോരാട്ടത്തിന് പോകും എന്ന് കരുതിയെങ്കിലും ഇതുവരെയും അങ്ങനെ ഒരു നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ന് അദ്ദേഹം കോടതിയിൽ ഹാജരാകുമോ എന്നത് വ്യക്തമല്ല. ഏതായിരുന്നാലും ഇന്ന് അദ്ദേഹം കോടതിയിലെത്തിയാൽ വിചാരണ തീയതി തീരുമാനിക്കും. ശരി, വി വിനോദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൌൺസിൽ കേരളയിലെ ഉദ്യോഗസ്ഥർക്കെതിരായ വകുപ്പ് തല നടപടി വൈകുകയാണ്. കടുത്ത നടപടിക്ക് ശുപാർശ ചെയ്ത് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിറങ്ങിയിട്ട് 1 മാസമായി. ഇപ്പോഴും ആരോപണ വിധേയർ തൽസ്ഥാനങ്ങളിൽ തുടരുകയാണ്. ഇവർക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നതായാണ് ആക്ഷേപം. തൃശൂർ ജില്ലയിലെ തൊട്ടിപ്പാളിലെ സ്വാശ്രയ കർഷക സമിതിയുടെ പേരിൽ വ്യാജ വൗച്ചറുകളും ബില്ലുകളുമുണ്ടാക്കി വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ ഉദ്യോഗസ്ഥർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു വിജിലൻസിന് ലഭിച്ച പരാതി. വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി. പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ഈ പശ്ചാത്തലത്തിലാണ് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നവംബർ 16-ാം തീയതി ഉത്തരവിറക്കിയത്. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുള്ളതിനാൽ തൃശൂർ ജില്ലാ VFPCK ഡെപ്യൂട്ടി മാനേജർ ബബിതയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അടിയന്തര നടപടി സ്വീകരിക്കാനായിരുന്നു നിർദ്ദേശം. വിജിലൻസ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ VFPCK ആസ്ഥാനത്തും അനുബന്ധ സ്ഥാപനങ്ങളിലും വർഷങ്ങളായി തുടർച്ചയായി ജോലി ചെയ്തു വരുന്ന ഡെപ്യൂട്ടി മാനേജർ ഇൻചാർജ് ജോജി കെ മാത്യൂസ്, കൃഷി ബിസിനസ് കേന്ദ്ര ഡെപ്യൂട്ടി മാനേജർ സുനിൽ പോൾ, മാനേജർ ഇൻചാർജ് TS പ്രവീൺ തുടങ്ങിയവരെ VFPCKയുടെ മറ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് അടിയന്തരമായി സ്ഥലം മാറ്റാനും ഉത്തരവിൽ പരാമർശമുണ്ടായിരുന്നു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവുകൾ ലംഘിച്ചതിന് പുറമെ ടെൻഡർ നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയ VFPCK ഡെപ്യൂട്ടി മാനേജർ അനിൽകുമാറിനെതിരെ വകുപ്പുതല നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു. ഉത്തരവിറങ്ങി 1 മാസം പിന്നിടുമ്പോഴും ആരോപണ വിധേയർ തൽസ്ഥാനങ്ങളിൽ തുടരുന്നത് രാഷ്ട്രീയ ഇടപെടലുകളെ തുടർന്നാണെന്ന ആരോപണമാണ് ഉയരുന്നത്. അതേസമയം ഇവർക്കെതിരെ നടപടി ഉടനുണ്ടാകുമെന്നാണ് VFPCK ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം.